ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചാണ് NLP അഥവാ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഇതിനുള്ളിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക് അല്ലെങ്കിൽ ടെക്നിക്കാണ് NER അഥവാ നെയ്മഡ് എൻറ്റിറ്റി റെക്കഗ്നേഷൻ. അപ്പോൾ NLP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹ്യൂമൻ ലാംഗ്വേജിനെ മെഷീൻസിന് മനസ്സിലാക്കാനും അതിൽ ഇൻട്രാക്ട് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. NER എന്ന് പറയുന്നത് ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു ടാസ്ക്കാണ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ്. NER എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഒരു സെന്റൻസിലെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിലെ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ പേഴ്സൺ, ലൊക്കേഷൻ, ഓർഗനൈസേഷൻ, ഇങ്ങനത്തെ കാറ്റഗറീസ് ആയിട്ട് ഓരോ ഇമ്പോർട്ടൻറ്റ് വേർഡ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നു. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, എലോൺ മസ്ക് ഫൗണ്ടഡ് SpaceX in 2002 ഇൻ കാലിഫോർണിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സാമ്പിൾ. എലോൺ മസ്ക് ഒരു പേഴ്സൺ ആണെന്നും അതുപോലെ SpaceX ഒരു ഓർഗനൈസേഷൻ ആണെന്നും അതുപോലെ 2002 ഡേറ്റ് ആണ്, കാലിഫോർണിയ ഒരു ലൊക്കേഷൻ ആണെന്നും NER യൂസ് ചെയ്തിട്ട് മെഷീൻസിന് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ NER എന്ന് പറഞ്ഞാൽ അൺസ്ട്രക്ചേർഡ് ടെക്സ്റ്റിനെ സ്ട്രക്ചേർഡ് ഫോർമാറ്റിലാക്കി മാറ്റുന്നു. അപ്പോൾ മെഷീൻസിന് കുറച്ചുകൂടി റീഡബിൾ ആയിരിക്കും. അപ്പോൾ വൈ NER ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ, ഹ്യൂമൻ ബീങ്സിന് ക്വിക്ലി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നെയിംസ്, പ്ലേസസ്, ഡേറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ കമ്പ്യൂട്ടേഴ്സിന്റെ കേസിൽ വരികയാണെങ്കിൽ ഇതൊരു ഹ്യൂജ് ചാലഞ്ച് തന്നെയാണ്. ഇപ്പോൾ NER ഇല്ലെങ്കിൽ ഒരു സെർച്ച് എഞ്ചിനെ മനസ്സിലാവില്ല ആപ്പിൾ ഒരു കമ്പനിയാണോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ആണോ എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഒരു ചാറ്റ് ബോട്ടിൽ നമ്മളൊരു സ്പെസിഫിക് പേഴ്സൺ അല്ലെങ്കിൽ ഒരു പ്ലേസിനെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് ചാറ്റ് ബോട്ടിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ NER എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജാണ്. ഇറ്റ് അലോസ് മെഷീൻസ് ടു ഫൈൻഡ് ഹൂ, വേർ ആൻഡ് വെൻ ഇൻ ലാംഗ്വേജസ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ 3 മെയിൻ അപ്രോച്ചസ് ആണുള്ളത്. ഒന്നാമത്തത് റൂൾ ബേസ്ഡ് സിസ്റ്റം. ഇതിൽ ഹാൻഡ് റിട്ടൺ റൂൾസ്, പാറ്റേൺസ് അല്ലെങ്കിൽ ഡിക്ഷണറീസ് ഒക്കെ യൂസ് ചെയ്തിട്ട്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വേർഡ്സ് എൻഡിങ് വിത്ത് LTD അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അത് ഓഫൺ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നു. അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ, പുതിയ വേർഡ്സ് അല്ലെങ്കിൽ അൺയൂഷ്വൽ നെയിംസ് ഒക്കെ വരികയാണെങ്കിൽ ഇതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ആദ്യത്തെ അപ്രോച്ച്. രണ്ടാമത്തത് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷീൻ ലേണിംഗ് ആൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് ലാബിൾഡ് ഡാറ്റയിൽ നിന്ന് പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതിൽ നിന്ന് ലേൺ ചെയ്തിട്ട് ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സറൗണ്ടിങ് വേർഡ്സ് ഒക്കെ മനസ്സിലാക്കി കാറ്റഗറൈസ് ചെയ്യും. മൂന്നാമത്തെ അപ്രോച്ച് ഡീപ്പ് ലേണിംഗ്. അതൊരു മോഡേൺ മെത്തേഡാണ്. ഇതിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തിട്ട് അതുപോലെ മോഡൽസ് ലൈക്ക് BERT, അങ്ങനത്തെ GPT, അങ്ങനത്തെ ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കോണ്ടെക്സ്റ്റ് ക്യാപ്ചർ ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആപ്പിൾ എന്നുള്ളൊരു വേർഡ് എടുക്കുകയാണെങ്കിൽ, ആപ്പിൾ ലോഞ്ച്ഡ് എ ന്യൂ ഐഫോൺ എന്നുള്ളൊരു സെന്റൻസ് ആണെങ്കിൽ ആപ്പിൾ ഒരു കമ്പനിയാണെന്ന് ഡീപ്പ് ലേണിങ്ങിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതേ വേർഡ്, ആപ്പിൾ എന്നുള്ള വേർഡ് I ate an ആപ്പിൾ എന്നുള്ളൊരു സെന്റൻസ് ആണെങ്കിൽ അതൊരു ഫ്രൂട്ട് ആണെന്ന് ഡീപ്പ് ലേണിംഗ് മോഡലിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോണ്ടെക്സ്റ്റ് അവെയർനെസ് അതൊരു NERനെ കൂടുതൽ പവർഫുൾ ആക്കുന്നത് ഈ ഡീപ്പ് ലേണിംഗ് ആണ്. അതാണ് ഈ 3 അപ്രോച്ച്. പിന്നെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെർച്ച് എൻജിൻസിലാണെങ്കിലും നമ്മൾ സെർച്ച് റിസൾട്ടിന്റെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യാനും ഈ നെയിംസ്, ലൊക്കേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നതുകൂടെ ഈ റിസൾട്ട്സ് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും. അതുപോലെ വോയിസ് അസിസ്റ്റൻസ്, സിറി, അലക്സ, ഗൂഗിൾ അസിസ്റ്റൻസിലൊക്കെ ഡേറ്റ്സ്, നെയിംസ്, അങ്ങനത്തെ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. പിന്നെ ഫിനാൻസിലാണെങ്കിൽ കമ്പനീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ, ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ കമ്പനീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ, സ്റ്റോക്ക് പ്രൈസസ്, അതുപോലെ എമൗണ്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാനും NER ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ സോഷ്യൽ മീഡിയ ന്യൂസിലാണെങ്കിൽ ട്രെൻഡിങ് പീപ്പിൾസിനെ, ഓർഗനൈസേഷനെ, പ്ലേസസിനൊക്കെ ട്രാക്ക് ചെയ്യാൻ NER യൂസ് ചെയ്യുന്നു. അതുപോലെ കൊമേഴ്സിൽ പ്രൊഡക്റ്റ് നെയിംസ്, ബ്രാൻഡ്സ്, അതുപോലെ പ്രൈസസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി റെക്കഗ്നൈസ് ചെയ്യാൻ NER എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ NER എന്ന് പറയുന്നത് ഒരു NLPയിലുള്ള ഒരു കീ ടാസ്ക്കാണ്. ഇത് ടെക്സ്റ്റിലുള്ള അല്ലെങ്കിൽ ഒരു സെന്റൻസിലുള്ള നെയിംസിനെയും പ്ലേസിനെ, ഡേറ്റ്സിന്, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ എൻറ്റിറ്റീസിനൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. താങ്ക് യു.